വെജിറ്റബിളിലും ഫ്രൂട്ട്സിലും കാർവിംഗ് പഠനം തുടക്കം തണ്ണിമത്തലിലാണ്. അതുവഴി കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു ജീവിതമാർഗം. സംസ്ഥാനത്ത് ആദ്യമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കാർവിംഗ് പരിശീലനം തൃശൂരിൽ ആരംഭിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30ഓളം കുടുംബശ്രീ അംഗങ്ങൾക്കായി ജവഹർ ബാലഭവനിൽ ക്യാമ്പ് ആരംഭിച്ചു. എല്ലാ സ്ത്രീകളും വളരെ ആവേശത്തോടെ തണ്ണിമത്തനിൽ തങ്ങളുടെ കരവിരുത് പ്രകടിപ്പിച്ചു. ഹായ്, എൻ്റെ പേര് കരിഷ്മ. ഞാൻ ബ്ലോക്ക് കോർഡിനേറ്ററാണ്. പഴയന്നൂർ ബ്ലോക്കിൽ ഇൻചാർജാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത് ഫെബ്രുവരി 19 മുതൽ 25 വരെ നടക്കുന്നത് കുടുംബശ്രീ വനിതകൾക്ക് വേണ്ടി നടത്തുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് കാർവിംഗ് ട്രെയിനിങ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പച്ചക്കറികളോടും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊണ്ടും നമ്മൾ പല വിധത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സാറുണ്ട്. സാറാണ് നമുക്ക് എല്ലാ ട്രെയിനിങ് സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. ഇവിടെ ട്രെയിനിങ്ങിന് നമ്മളൊരു 30 പേരുടെ ബാച്ചാണ് ഉള്ളത്. ആ 30 പേരിൽ നമുക്ക് ഈ ജില്ലയിലുള്ള ആൾക്കാർ മാത്രമാണോ? ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. കുടുംബശ്രീ യുവതികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ ബാച്ച് നടക്കുന്നത്. അപ്പോൾ ആ ദിവസം ഇവർക്കുള്ള ചായ, ഭക്ഷണം എല്ലാം സൗജന്യമാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണോ ഇവിടെ? സംസ്ഥാനത്ത് ഫസ്റ്റ് ബാച്ചാണ്. നമ്മൾ തൃശ്ശൂരാണ് ഇതിവിടെ ഈ ഒരു ട്രെയിനിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം സർട്ടിഫിക്കറ്റ് വിതരണം നമ്മൾ തിങ്കളാഴ്ച ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ അന്നേരത്തേക്ക് ഇവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം, ഒരു സമാപന സമ്മേളനം പോലെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇവർക്കത് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഇവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഭക്ഷ്യമേഖലകളിലും ഇവന്റുകളിലും സാലഡ് പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിംഗിനും ഇന്ന് ആവശ്യക്കാർ ഏറിവരികയാണ്. ഇവന്റുകളിൽ ഫ്ലവർ അറേഞ്ച്മെന്റ് പോലെ കാറ്ററിംഗിൽ കാർവിംഗ് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. ഇതുമൂലം സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യതകൾ ധാരാളമാണ് ഈ നാട്ടിൽ.